ചിക്കൻ ഗ്രേവി ആട്ടോ. അതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായക്കടിക്ക് ചിക്കൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ പരിപാടിയാണ് ഇതാ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വറ്റൽമുളക്, പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, ചിക്കൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കായം കൂട്ടിയൊക്കെ മൊത്തത്തിൽ മസാല കൂട്ടി വെച്ചതാട്ടോ. ഈ സോസ് ഉണ്ട്. അപ്പൊ തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാനിലേക്ക് ഓയിൽ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രണ്ടാമത്തെ പാനലുണ്ട് ഇവിടെ. 2 പാനലൊപ്പം വെച്ചിട്ടുണ്ട്. 2 കത്തിച്ചിട്ട് 2ക്കും കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ പൊരിക്കട്ടെ. അപ്പോൾ ചേട്ടാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് ഇനി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പിടേണ്ടത്. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിട്ടാണ്. ചിക്കൻ അതവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് ദോശ ഇട്ടായിട്ടുള്ളത്. നല്ല സൂപ്പർ ദോശ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ദോശയും ചിക്കൻ കറി ആട്ടുന്നത് രാവിലത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടാ നമ്മളെ വലിയുള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ഇനി അടുത്തത് അവിടെ നമ്മുടെ ചിക്കൻ പൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യമോ കച്ചറ കേട്ടോ. ആദ്യമോ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വേണ്ട കച്ചറയാണ് കേട്ടോ ചിക്കൻ. ഇതിങ്ങനെ ചിക്കനിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ചിക്കന്. അപ്പോൾ തെട്ടാ ഏതാണ്ടൊക്കെ വരണ്ട് തുടങ്ങി. അപ്പോൾ അതിന് ശേഷം കുറച്ച് തക്കാളി. നിർബന്ധമൊന്നുമില്ല. തക്കാളി സോസ് ഉള്ളത് കാരണം വല്ലാതെ ഇടണമെന്നില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ഇടണം എന്നുള്ളൂ. ഇതവിടെ വാടട്ടെ. ചിക്കൻ അതിൻ്റെ ഹാഫ് ചൂട് തട്ടിയാൽ തന്നെ പോകുമല്ലോ. അപ്പോൾ അതിട്ട് നമ്മൾ ഏതാണ്ട് ഇനി കുരുമുളക് പൊടി ഒരു ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. പിന്നെ ചിക്കനിൽ എല്ലാ മസാലയും ഉണ്ടല്ലോ കൂടുതലായിട്ട്. പിന്നെ നമ്മൾ സോസ് വയ്ക്കാണ്ട് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും അപ്പോൾ അത് റെഡി ആക്കട്ടെ. അപ്പോൾ തരട്ടെ രണ്ടാമത്തെ ബാച്ച് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ റെഡിയായി. ഇനി അടുത്തത് കഴിഞ്ഞിട്ട് വേണം ഇനി നമ്മളെ പരിപാടിയിലേക്ക് തിരിയാണ്. ബാക്കിയുള്ള പരിപാടിയിലോട്ട് എനിക്കറിയില്ല. നമ്മൾ അടുപ്പത്ത് ചെമ്മീൻ കറി ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കും. നല്ല ചെമ്മീൻ്റെ കറി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും ഇനി തേങ്ങയൊക്കെ അരച്ചിടാണ്ടേക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതവിടെ ആയിക്കൊണ്ടേയിരിക്കുന്നു. മസാല ഇവിടെ റെഡിയായി നിൽക്കുക കേട്ടോ. ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് സെറ്റാക്കിയാൽ മതി. എത്ര വേണ്ടത് കിട്ടാൻ. അപ്പോൾ തന്നെ നമ്മൾ ചെമ്മീനിക്കുള്ള തേങ്ങ ചിരക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞിക്കണേട്ടോ നമ്മളെ തേങ്ങ. അപ്പോൾ ഇത് നാളെ 2 ദിവസം മുന്നേ നമ്മൾ വാങ്ങിയ മീനാട്ടാ.
അപ്പം അതും പൊരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ എക്സ്ട്രാ ആട്ടോ അന്നത്തെ. ഇപ്പം ചെമ്മീൻ കറിയിൽ ഇതാ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ടാ. നിലക്ക എങ്ങനെ നോലോളിക്കണേ? എന്താണ് വേണ്ടത്? ഇറച്ചില്ല കുട്ടിയെ. അമ്മ പൊരിക്കണ്ട, പൊരിച്ചിട്ട് തരട്ടാ. നമ്മളെ ചെമ്മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ അപ്പം ഇറക്കി വയ്ക്കൂട്ടാ. മൂടി കഴിഞ്ഞാൽ എന്തായാലും തിളച്ച് പുറത്തേക്ക് പോകും. അപ്പം അതുകൊണ്ട് മൂടി ഒഴിവാക്കിയാട്ടാ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വറവിടുക കേട്ടോ. ഇനി അതൊക്കെ ചുണ്ടി കഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വറവിടുക കേട്ടോ. ഇനി ചട്ടകം പൊളിക്കുന്നത് അതൊക്കെ ചുണ്ടി കഴിക്കണം. അതിന് രക്ഷണം കൊടുത്തു നോക്കാം. മസാല ഇല്ലാത്ത രക്ഷണം എന്താടാ മതിയില്ലേ? എന്താ നടക്കട്ടാ. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഗ്രേവി ആക്കണം. വെള്ളം ഒഴിക്കാം. ഇനി ഓഫാക്കി കളഞ്ഞ് ബാക്കി ഇത് നോക്ക്. ഇത് തൊട്ടോക്ക്. ആ കൈ പൊള്ളും. ഇത് കയ്യട്ട. പണിയൊക്കെ കയ്യട്ട. ഇതിൻ്റെ പണിയൊക്കെ കഴിയട്ടെ. എന്നിട്ട് തരാട്ടാ. അപ്പോൾ ഒരാളിവിടെ ഇറച്ചിക്കും വേണ്ടി കുറേ നേരമായിട്ട് വന്ന് കാത്തിക്കും. ഇങ്ങനത്തെ കസേരൊക്കെ ഇട്ട് വന്നിരിക്കട്ടെ. ദോശ ഇറച്ചിയും തരട്ടെ കുട്ടിക്ക്. അപ്പം തൊട്ട് റെഡി ആയിട്ടാ നമ്മുടെ ചിക്കനും ദോശയും. അപ്പോൾ അത് ഒരാൾ ഇവിടെ ഉണ്ട്. കുറേ നേരം ഇങ്ങനെ ഇത് കാത്തിങ്ങനെ നോക്കിക്കണ്. ഇപ്പോൾ കൊടുക്കൂട്ടെ. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനുള്ള പരിപാടി ആയിട്ട് അവിടെ ഇരുന്നാണ്ട് കള്ളൻ ഈ സൂപ്പറാ. അതി ഞാനുണ്ട്. സൂപ്പറല്ല ഞാൻ ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെ. ഇന്ന് ഞാൻ ചൂണ്ടിട്ട് പിടിച്ച മീനാണിത്. ഇതൊക്കെ കുഞ്ഞിമീൻ. ഇതാണ്ട കുറച്ച് പൊരിക്കും കുറച്ച് പയറിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പാടത്തുനിന്ന് കിട്ടിയതാണ്. അപ്പൊ ഇന്നത് ഉണ്ടാക്കണത് ആദ്യമോന് പൊരിച്ചു കൊടുക്കാനുള്ള പരിപാടിയൊക്കെ. അപ്പൊ അതിന് നന്നാക്കണമെങ്കിൽ വെണ്ണൂർ അതിൻ്റെ തൈരൊന്നുമില്ല. നമ്മളെ അടുപ്പെന്നുള്ള വെണ്ണീരാണ്. ഇതിട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കിയത് നോക്കണ്ട. അത്ര ഉണ്ട്. ഇത് നന്നാക്കാനുള്ള പരിപാടിയായിട്ടാണ്. അതിൻ്റെ പിന്നെ ആദ്യം പൊരിക്കിനെടുക്കണം. പൊരിക്കിനെടുത്തിട്ട് ഇതിൻ്റെ ചിതമ്പൽ. എന്താണ് ചിതമ്പല്? ഇതിൻ്റെ ചിതമ്പല് ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ. അപ്പോൾ നന്നാക്കിയിട്ട് ബാക്കി കാണാട്ടാ. നന്നാക്കണേട്ടാ. നിങ്ങൾ നന്നാക്കണ്ട, പപ്പ നന്നാക്കിക്കോളാ. ഏയ് ഇല്ല, കുറച്ചും കൂടി ഇല്ല.
ഞാൻ തല ഒഴിവാക്കുന്നുണ്ട്. തല എല്ലാ മീൻ്റെയും തല ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. തല എല്ലാ മീൻ്റെ ഒഴിവാക്കിയിട്ടുണ്ട്. ഉടൽ മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ തല വലിയ രസം ഉണ്ടാവില്ല കഴിക്കാൻ. ഒരു കല്ല് മാതിരി കേട്ടോ. ഇത് ചില നാട്ടിൽ ഇതിന് പല പേര് തിലാപ്പിയ മറ്റൊരു മീനാണ്. ഇത് വലിയൊന്നുമല്ല കേട്ടോ, ഇത് ചെറുതാണ്. ഇതിപ്പോൾ സീസൺ തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പോൾ കിട്ടി. ഇത് ആദ്യമോന് വേണോ? ആദ്യമോന് ഇഷ്ടമല്ലല്ലോ മീൻ. ഇത് നല്ല പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞപ്പൊടി ഉപ്പും മുളകും പൊടി ഇട്ടുണ്ട്. കഴിഞ്ഞു. ഇതാ അപ്പോൾ റെഡി ആയിട്ടാ. ഇത് റെഡിയായി. ഇതിൻ്റെ തല ഒഴിവാക്കി ഇനി കല്ലുപ്പിട്ട് കേക്ക് ക്ലീൻ ആക്കാൻ കേട്ടോ. മീൻ റെഡി ആയിട്ട്. മീൻ അതിനകത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് മീനിക്കുള്ള മസാലകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. നോർമൽ മസാല കേട്ടോ. മുളക്, മഞ്ഞപ്പൊടി, ഉപ്പിട്ട, അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ. സാധനം കുറച്ചുള്ളൂ. അപ്പോൾ അതിനകത്തൊന്നുമില്ല. ഇന്ന് ഞാൻ വെറുതെ ഒന്ന് പുതുക്കിന് പോയി നോക്കിയതാണ്. ഒക്കെ ചെറിയ ചെറിയ മീനുകളാണ്. അപ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇനി ഒന്നിച്ച് പോകാണ്ട് നല്ലൊരു സെറ്റപ്പായിട്ട് പോയി പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല മീൻ. അപ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. പാരൽ പാടത്തെ മീൻ പൊതുവെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പൊരിക്കാണ്. പൊരിക്കും പിന്നെ അതേമാതിരി കടുങ്ങാലിപ്പാരലുമായിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ മീൻ പൊരിക്കാട്ടെ. ഇനി പൊരിക്കാനുള്ള പരിപാടിയാണ് ഇനി നിലവിൽ. അപ്പോൾ ചട്ടിയിൽ നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതാക്കിയതാണ്. അപ്പോൾ അതിന് വറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മീൻ പൊരിച്ചെടുക്കട്ടെ. അതിന് പേരിനകത്തുള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും മീനില്ല കേട്ടെന്ന്. കാരണം ഈ പുതിയ മീൻകുട്ടികളൊക്കെ ചെറിയതാണ്, വലിയതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു മീനും. അപ്പോൾ ഇനി ഇത് എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച്. അപ്പോൾ ഇതിന്ന് രാവിലെ മീൻ പൊരിച്ചതിൻ്റെ ഓയിലാട്ടത്. അപ്പോൾ പഴയതൊന്നുമില്ല, ഇന്ന് രാവിലത്തെ ഓയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളത് മീൻ ഇതാ തിലോപ്പിയ. വലിയതൊന്നുമില്ല കേട്ടോ, ചെറിയ മീൻകുട്ടികളാട്ടത്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കത് ചെറിയ എന്ത് മറ്റേ മീൻ, പക്ഷെ പറ്റ ചെറിയ മീനാട്ടത്. കിട്ടിയത് ഇങ്ങനെ തന്നെയാണ്. വലിയ മീനൊന്നുമല്ല. വലിയ മീൻ കിട്ടും, പിടിക്കാം. എന്തായാലും ഇവിടെ കൊണ്ടുവരലുണ്ട്. അച്ഛക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവരലുണ്ട്. അപ്പോൾ ഇനി വലിയ മീനുണ്ടാക്കും. ഇന്നിപ്പോൾ നമ്മൾ ആദ്യമോനെ കൗതുകത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോയിട്ട് പിടിച്ചതല്ലേ. അപ്പോൾ പാടത്തെ മീൻ എപ്പോഴും അതിന് വേറെ രുചി തന്നെ കേട്ടോ. എന്ത് തന്നെ ആയാലും നമ്മളെ ഈ വളർത്തു മീനോ അല്ലെങ്കിൽ ഈ പീടികയിൽ നിന്ന് വാങ്ങുന്ന മീനേക്കാളും അപേക്ഷിച്ച് വേറെ രുചി തന്നെ കേട്ടോ ഈ മീനിന്. അത് നിങ്ങൾ കഴിച്ചവർക്കറിയാം ഈ മീനിൻ്റെ രുചി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കട്ടെ. മീൻകോട്ടൻ്റെ അടുത്ത് കൂടെ ഒരു പൂച്ച നോക്കിയിട്ടുണ്ട്. കുറേ നേരം ആയിക്കണേ ഈ പൂച്ച. അപ്പോൾ പൂച്ച കുറേ നേരമായിട്ട് മീൻകോട്ടേക്ക് നോക്കിയിരിക്കൽ തുടങ്ങിയിട്ട് ഇപ്പം റെഡിയാവും ഇപ്പം റെഡിയാവും വെച്ചിട്ട്. ഇപ്പോൾ മീൻകോട്ടൻ്റെ അടുത്ത് വലിയൊരു പൂച്ചയും കൂടി വന്നിട്ടാണ്. ചെറുതുമായി വലിയതും ആയിട്ടാണ്. അപ്പം അതിനത്രയൊന്നുമില്ല. മീൻ കുറച്ചുള്ളതായതുകൊണ്ട് വലിയൊരിതില്ല. ഏതായാലും നമുക്ക് നോക്കുക. അപ്പോൾ ഇത് ഇന്നലെ അരിഞ്ഞ് വെച്ച ചൗച്ചൗ ഒന്ന് സുറുക്കയിലിട്ട് വെച്ചതുമാണ്. ഒന്നിങ്ങനെ അച്ചാറുണ്ടാക്കിയതും കേട്ടോ നമ്മുടെ. അപ്പോൾ ഇനി ഇത് ഏതായാലും ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചൗച്ചൗ നിങ്ങളെ വീട്ടിലെങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ടോന്നൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മീൻ മുളക് എന്താണെന്ന് അറിയില്ല, തുമ്മലൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും തുമ്മൽ തുടങ്ങിയിട്ട്. ആദ്യം തുടങ്ങിയിട്ട് എല്ലാവരും തുമ്മൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യ തുമ്മുണ്ടോ? തുമ്മുണ്ടോ? കുരയ്ക്കുന്നുണ്ടോ? ആ ആയിക്കോട്ടെ. ഡോക്ടറെ അടുത്ത് പോണാ? ഈ മീനിൻ്റെ സ്മെല്ലുകൊണ്ട് കുരച്ചതിന് ഡോക്ടറെ അടുത്തേക്ക് പോണാ? ഓ പോലെന്നാലേ. ആ സൂചിയൊക്കെ ഉണ്ട് വരും. അപ്പോൾ ഇതാ നമ്മളെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മീൻ റെഡി ആയി തുടങ്ങിയിട്ടാ. ഒക്കെ സെറ്റ് ആയിക്കണ്. ഇനിയിപ്പോൾ ഇത് എടുക്കാനായിട്ടാ. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് വെക്കാം. അപ്പോൾ ആദ്യമോ അങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക കൊര ആദ്യേ
അതട്ടോ അപ്പം മീൻ റെഡി ആയിട്ടുണ്ട്, കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സാമ്പിൾ നോക്കട്ടെ. എങ്ങനെയുണ്ട്? രസമുണ്ട്? ആദ്യം എങ്ങനെയുണ്ട്? എരുണ്ടാവുമല്ലോ അപ്പോൾ ഇത്. വെള്ളം വേണം, അതപ്പം തരട്ടാ. ഇതിൻ്റെ വെള്ളം കുടിച്ചിട്ടാ ഇനി പേരുണ്ടാ? വെള്ളം കുടിച്ച പേര് പോയില്ലേ? ആയിക്കോട്ടെ, ഞാൻ ചെന്നോട്ടെ. ഇയമ്മനെ വിളിച്ചാണ്, ഇയമ്മനോട് വരാൻ പറയും, എടുക്കാൻ പറയും. സൂപ്പറാ. എപ്പോഴും നമ്മളെ പാടത്തെ മീനിൻ്റെ ടേസ്റ്റ് എല്ലാത്തിനും വ്യത്യസ്തമാണ്. അത് കിട്ടുമല്ലോ. നമ്മളെല്ലാ മീനും നമ്മളെ പുഴ മീനിൻ്റെ പോലെ അല്ലെങ്കിൽ കടലത്തെ മീനിൻ്റെ പോലെയല്ല. പാടത്തെ മീനിന് ഒന്നുള്ളെങ്കിലും ആറ്റുമീൻ അറിയും, ഒന്നുള്ളെങ്കിലും രണ്ടെണ്ണം ഉള്ളെങ്കിലും എല്ലാവരും സ്വാദ് വറുത്തന്നെ കണ്ട നമുക്ക് തന്നെയില്ല. എരുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എരുണ്ട്, ഒരാൾ എരുണ്ട് ഇറങ്ങാണ്ട് ഇപ്പോൾ പാത്രത്തിൽ ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടാ. വെള്ളം കുടിക്കുന്നുണ്ട്, എരിണുണ്ട് പറഞ്ഞാൽ മീനും തിന്നുന്നുണ്ട് കേട്ടാ. എന്നിട്ട് ഇതാ അടിപൊളി. എന്നിട്ട് അവൻ്റെ മെയിൻ മുദ്രാവാക്യം എന്താ പറയേണ്ടത്? എങ്ങനെയുണ്ട് മീൻ എങ്ങനെയുണ്ട്? മുള്ളുണ്ടാ? ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഈ രണ്ടക്ഷണമല്ലേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ തിന്നില്ലേ? അത് നോർത്താളെ, ഇയമ്മയ്ക്ക് കൊടുത്താളാ അതൊന്ന്. അങ്ങനെ ആദ്യമോ അതാ കുറേ ഒന്നനായിട്ടാണ് കഴിച്ചത്. ഓന് മുള്ളുണ്ട് എരുണ്ട് അറിയാണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഓൻ കഴിച്ചിട്ടാ സംഗതി. അപ്പോൾ ഏതായാലും ഇന്നത്തെ മീനിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഏതായാലും നാളെ ഏതായാലും നിനക്കാളും വലിയ മീൻ പിടുത്തമായിട്ട് ഞങ്ങൾ വരും.